അസ്സലാമു അലൈക്കും. ഇവിടെ എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ, എന്നേക്കാൾ ഒരുപക്ഷെ ഇത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അഭിഭാഷകർ ഒരുപാട് പേരുണ്ട് മുമ്പിൽ. ഹസൻ സാറുണ്ട്, നജീബുണ്ട്, ഇതവിടെ പിന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, പിന്നെ യൂസഫുണ്ട്, ഇബ്രാഹിം വളരെ പിന്നിൽ പോയിരിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും. സലാം സാറുണ്ട്. സംഗതി ഞാൻ ഈ ഒരു ഇത്തരത്തിലൊരു ടോക്ക് ചെയ്യാമെന്ന് ഏറ്റെടുത്തെങ്കിലും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളായിരിക്കും. ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ വളരെയധികം പഠിച്ചവരും നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നവരും, ഞാൻ പേരൊന്നും പറയുന്നില്ല, എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. ഇത് ഫിക്സ് ചെയ്തപ്പം അബൂബക്കർ സാർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് കൂടുതലും നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകണ്ട, ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകണ്ട, നമുക്ക് വിഷയം അവതരിപ്പിക്കാം. പക്ഷെ എന്നാലും ഒരു ചെറിയ തോതിലെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ 3 നിയമങ്ങളെപ്പറ്റി വേണ്ടത്ര നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന അഭിഭാഷകർക്കൊക്കെ അറിയുന്നതായിരുന്നു, ഒരു നിയമം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. അതിന് ഇംഗ്ലീഷിൽ സായിപ്പന്മാർ പറഞ്ഞ ഭാഷ പർപ്പസീവ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളും ഏകദേശം അതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്നത്. ഈ പർപ്പസീവ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് സ്വായത്തമാകണമെങ്കിൽ ഈ നിയമത്തിൻ്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരുന്നേ തീരും. ഇതെങ്ങനെ വന്നു, എന്തിനു കൊണ്ടുവന്നു, ഇത് ഇപ്പം കൊണ്ടുവരാനുള്ള കാരണം എന്താണ്, ഇതിൻ്റെ പിന്നിൽ ഈ ബില്ല് അവതരിപ്പിച്ച് അതൊരു നിയമമാക്കി എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പിന്നാമ്പുറങ്ങളിൽ നടന്നത് എന്താണ്, ചർച്ചകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ തൊട്ടു മുമ്പ് നടന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചരിത്രം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, 3 നിയമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് ഈ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അതും വളരെ സരളമായിട്ട് പറയുകയാണ്, കാരണം അഭിഭാഷകരല്ലാത്തവരും ഇവിടെ ഉള്ളതുകൊണ്ട് പറയുക. ഓരോ നിയമവും ഓരോ രാജ്യത്തും അതാത് കാലങ്ങളിൽ നടപ്പാക്കി വരുന്നത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ മക്കോളയുടെ ഇന്ത്യൻ പീനൽ കോഡ് 1860 അതുണ്ടാക്കിയ കാലഘട്ടം നമുക്കറിയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരിച്ചിരുന്ന സമയത്താണ് ആ നിയമം ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നടക്കുന്ന കുറേ സംഗതികളുടെ പശ്ചാത്തലത്തിലാണ് ആ നിയമം ഉണ്ടാവുന്നത്. ഇവിടെ ജൂറിസ്പ്രുഡൻസ് പഠിച്ചവർക്കറിയാം, അതായത് ജെറിങ്ങിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി, അത് ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമാണ്. സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് ജെറിങ്. അദ്ദേഹം പറഞ്ഞത് ഓരോ സമൂഹത്തിലും
ആ സമൂഹത്തിൻ്റെ അടിത്തറ അനുസരിച്ചായിരിക്കും നിയമങ്ങൾ ഉണ്ടാവുകയും അതിനെ കോടതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റാണ്, മതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ അവിടുത്തെ നിയമത്തിൽ മതനിന്ദ ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമായിരിക്കും. പാകിസ്ഥാൻ ഉദാഹരണമായിട്ട് എടുത്താൽ മതി. അവിടെ ബ്ലാസ്ഫമി, അതായത് മതനിന്ദ, അവിടെ വലിയൊരു അപരാധമാണ്, അവിടെ കൊലക്കുറ്റാണ് നടത്തി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത്രയില്ല. ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ കുറ്റത്തിൻ്റെ പ്രശ്നം തീർന്നു. അതും വളരെ വിഷമാണ്. അങ്ങനെ ഒരു സാധനം കോടതി കൊണ്ടുവന്ന് തെളിയിപ്പിച്ചെടുക്കുക. അസൻസാർ എന്ന് പറയുമ്പോൾ ഈ പരിചയത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് കോടതിയിലും കൂടെ എന്ത് സംഭവിക്കുന്നു അനുസരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ബുക്കിൽ എഴുതി വെക്കുന്ന നിയമങ്ങൾ വെറും ലെറ്റേഴ്സാണ്, കുറേ അക്ഷരങ്ങളാണ്. അത് വാസ്തവത്തിൽ നിയമമായിട്ട് മാറുന്നത് നമ്മുടെ കോടതിയിൽ വന്ന് അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഭരണകൂടം അത് കൈകാര്യം ചെയ്ത് അത് പ്രാവർത്തികമാകുമ്പോഴാണ് ശരിക്കത് നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഒരു തിയോളജിക്കൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുറ്റം അവിടുത്തെ മതനിന്ദയാണ്. ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുക ഈ കൗണ്ടർ ഫീറ്റ്, അതായത് കള്ളനാണയങ്ങൾ, കള്ളനോട്ടടിച്ചു, അതല്ലെങ്കിൽ അതുമാതിരി ഉള്ള കുറേ കുറ്റങ്ങൾ. അതിനാണ് ഈ ഒരു കമേഴ്ഷ്യൽ സ്റ്റേറ്റ്, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യം മുൻതൂക്കം കൊടുക്കുക. ഒരു കാർഷിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഒരുപക്ഷെ അതിർത്തി തർക്കമായിരിക്കും. നമ്മളത്ര കാര്യമാക്കിയാറില്ല ഇവിടെ. പക്ഷേ ഒരു ഭൂമി കയ്യേറുക അല്ലെങ്കിൽ പിന്നെ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങളായിരിക്കും ഏറ്റവും വലിയ കുറ്റം അത്തരം രാജ്യങ്ങളിൽ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ആ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഓരോ നിയമത്തിന് കൈകാര്യം ചെയ്യാൻ. ഇതിൽ കൂടുതലേക്ക് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ നിയമത്തിലേക്ക് നമ്മൾക്ക് കിടക്കാൻ. ഇവിടെ ഇപ്പം അവക സാർ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഈ നിയമം ബില്ലായിട്ട് കൊണ്ടുവരുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ഈ ശിക്ഷാ നിയമം, അതുപോലെ തെളിവ് നിയമം, പിന്നെ ക്രിമിനൽ നടപടിക്രമം, അങ്ങനെ 3 നിയമങ്ങളാണ് നമുക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത്. ഈ പുതിയ 3 നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിലിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് യാദൃശ്ചികമായിട്ട് വന്ന ഒരു സംഭവം. മദ്രാസ് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജി, അദ്ദേഹം ഹിന്ദിയൊന്നും പഠിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ മിക്കവാറും ഹിന്ദിക്ക് അത്ര വലിയൊരു പ്രാധാന്യമില്ലാത്ത സംസ്ഥാനമാണ്. അദ്ദേഹം അവിടെ ബെഞ്ചിലിരുന്നിട്ട് അവിടുത്തെ പ്രോസിക്യൂട്ടറോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഇത് CRPC എവിഡൻസ് ആക്ട് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നുള്ളൂ, ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ പ്രോസിക്യൂട്ടർ, അതായത് സെൻട്രൽ ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ എണീച്ചൊന്നും അത് പറഞ്ഞത് ശരിയാവില്ല. കാരണം ഇത് പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമമാണ്. പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമത്തിന് ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് ഇനി എവിഡൻസ് CRPC മറ്റത് ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പുതിയ നിയമം തന്നെ കൈകാര്യം ചെയ്യണം, അതിന് പുതിയ നിയമത്തിൻ്റെ തന്നെ പേരും കൊടുക്കണം, അത് പറയും വേണം കോടതിയിലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജി കുറേ നേരം ആലോചിച്ചതിന് ശേഷം പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾ ആ 3 നിയമത്തിൻ്റെ പേരൊന്ന് പറയാം. അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. കാരണം നിയമം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലപ്പോഴും ഈ നിയമത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും വലിയ പലർക്കും ഇപ്പോഴും നമ്മുടെ ഇപ്പോഴും അത് ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതാ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. കുറേയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞ് പരിചയിച്ചത് ആ രീതിയിലാണ്.
ഈ ഇന്ത്യൻ പീനൽ കോഡ്, ഞാൻ അബൂബക്കർ സാർ പറഞ്ഞതിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയിട്ടുള്ള കൊളോണിയൽ ആ സാമ്രാജ്യത്വ സമ്പ്രദായം നിലവിലുള്ള ഒരു അവസ്ഥയിലാണ് അവർ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് അടിമുടി മാറ്റണം. അതേപോലെ തന്നെ തെളിവ് നിയമം ഏകദേശം 18-19 നൂറ്റാണ്ടിലുണ്ടായ ഒരു സാധനമാണ്, അതും മാറ്റണം. പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം, ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്തിനാ മാറ്റണം? കാരണം അത് കൊളോണിയലല്ല. 1973 ഈ ക്രിമിനൽ നടപടിക്രമം വരുന്നത്. സലാം സാർ, എൻ്റെ മലയാളം ശരിയാണല്ലോ അല്ലേ? സലാം സാർ, എൻ്റെ സലാം സാറിനൊരു സംശയം, ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചാൽ ശരിയാവുമോ? അപ്പം എൻ്റെ അടുത്ത് കാരണമായിരുന്നു പറഞ്ഞു, അത് അവിടെ ചെല്ലുമ്പോൾ മലയാളത്തിൽ പറയണം. ഇത് കാരണമുണ്ട്. കാരണം മിക്കവാറും ഹൈക്കോടതിയിൽ വെച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാം അല്ല, മിക്കവാറും വേറെ അടുത്ത സംസ്ഥാനത്തുനിന്നും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശരിയല്ലോ, നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ മിക്കവാറും അവിടെ ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുക. അപ്പോൾ സലാം സാറിനൊരു സംശയം ഉണ്ടായിരുന്നു. ഇല്ല, തമാശ പറഞ്ഞാണ്, എനിക്ക് പിന്നെ മനസ്സിലായി തമാശ പറഞ്ഞാണ്. എങ്ങനെ ഈ 1973 അതും 1970 അതിൻ്റെ പിന്നിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലൊരു സബ്ജക്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, ലോ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ അന്നത്തെ കാലത്ത്, അതായത് 1973 അന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ലോക്സഭയിലും നിയമസഭയിലും ഇരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നിയമം ഇപ്പം എന്തിനാ മാറ്റണം? ഈ ചോദ്യത്തിന് ഇതുവരെ ആർക്കും ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ അറിവിൽ ഇതിൻ്റെ മുകളിൽ പല പ്രോഗ്രാമും ഹൈക്കോടതിയിലൊക്കെ ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 1973 ഒരു കാര്യം വേണമെങ്കിൽ പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ 3 നിയമം ബന്ധപ്പെട്ട് കിടക്കണം. അപ്പോൾ മറ്റ് 2 നിയമങ്ങൾ മാറ്റുമ്പോൾ എന്തായാലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറ്റാതെ തരവില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അതിൻ്റെ മുകളിലും കൂടെ കൈവച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇത് മുഴുവനും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തെളിവ് നിയമം എടുക്കുക. തെളിവ് നിയമം കൊളോണിയലാണ്, അത് അടിമുടി മാറ്റണം, സമഗ്രമായിട്ടുള്ളൊരു മാറ്റം വരണം. ഇതാണ് ബില്ലിലുള്ളത്. ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ്, അതായത് അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ കാരണങ്ങളും അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ് എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കൊളോണിയൽ നിയമമായതുകൊണ്ട് ഇത് അടിപൊളി ഒരു സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തണമെന്നാണ്. പക്ഷേ നമ്മൾ പുതിയ നിയമം, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന ആ സാധനം നമ്മൾ വായിക്കുമ്പോൾ ഒരു മാറ്റവും ഒരു സെക്ഷനും വരുത്തിയിട്ടില്ല. ഒരെണ്ണത്തിനൊരു മാറ്റം വന്നിട്ടില്ല. ആകെ ഒരു സെക്ഷൻ മാത്രം മാറിയിട്ടുണ്ട്. അതേതാണെന്നറിയോ? റിപ്പീലിംഗ് ആൻഡ് സേവിങ്സ്. അത് മാറ്റാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പുതിയ നിയമം വരുമ്പോൾ പഴയത് എന്തായാലും പോകണം. അപ്പോൾ പഴയ നിയമപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുതിയ നിയമത്തിൻ്റെ കീഴിൽ ചെയ്തതായി കണക്കാക്കിയിട്ടാണ് പുതിയ നിയമം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മിക്കവാറും എല്ലാ നിയമത്തിലും ഒരു റീപ്പീൽ ആൻഡ് സേവിങ്സ് എന്ന് വെച്ചാൽ ഇത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, പിന്നെ കുറേ കാര്യം ഞങ്ങൾ രക്ഷപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതാണ് ഈ റിപ്പീൽ ആൻഡ് സേവിങ്സ്. അത് മാത്രമാണ് ഈ ആക്ടിൽ
പുതിയ ആക്ടിൽ, അതായത് തെളിവ് നിയമം മാറ്റിയപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം. പിന്നെ പറയാനുണ്ട്, പേര് മാറ്റി. പേര് മാറ്റിയതോ എന്തിനാന്ന് മനസ്സിലായി. കാരണം എന്ത് ചെയ്യാ, അതിനിയമം ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഇതിപ്പോൾ നിയമമായി. നമ്മളത് വിശകലനം ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയോ അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും പക്ഷം പിടിച്ചിട്ടുള്ള ചർച്ച ഒന്നുമല്ല. പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, നമ്മൾ സമ്മതിച്ചേ തീരും. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യത്തിലേക്കാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കണം. കാരണം മാറ്റങ്ങൾ എന്തായാലും നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇനി മാറ്റൊലികൾ എന്തൊക്കെയാണ്? ആ മാറ്റൊലികളെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അവിടെ ഇപ്പം എല്ലാ സെക്ഷനും നമുക്ക് പോകാനുള്ള സമയമൊന്നുമില്ല. കാരണം 1 മണിക്കൂർ 8 മണി വരെ അത്ര സമയം നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ ചർച്ചയും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. ഈ ഇന്ത്യൻ പീനൽ കോഡിൽ എൻ്റെ അഭിപ്രായത്തിൽ വന്ന മാറ്റം ആകെ ഒരു 3-4 സെക്ഷനിൽ ഒതുങ്ങി നിൽക്കും. 500 ചില്ലാം സെക്ഷനുകളുള്ള, വകുപ്പുകളുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. അതിൽ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമത്തിൽ പുതുതായിട്ട് വന്നത് ഒരു 3-4, മറ്റൊക്കെ അവിടെ ഇവിടെ അലകും പിടിയൊക്കെ മാറ്റി, കുറേ വാക്കുകൾ മാറ്റി എന്നല്ലാതെ അവിടെയാണ് എന്നെ പേടിപ്പിക്കുന്ന ഒരു സംഗതി. അതായത് സെക്ഷൻ 111. ഈ വക്കീലന്മാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബുക്കും കൊണ്ട് വന്നത്. അല്ലെങ്കിൽ എന്നെ കൊന്നുകൊല്ലുകയും IPC-യിൽ 111-ാമത്തെ വകുപ്പ്, അത് അവിടെ മുതലാണ് ഭീകരപ്രവർത്തനം, ടെററിസം നിർവചിച്ചു വരുന്നത്. പക്ഷെ എത്ര വായിച്ചിട്ട് എന്താണ് ഈ നമ്മൾ പറഞ്ഞു വന്നത് 111-ാം വകുപ്പിനെ പറ്റിയാണ്. ഭീകരപ്രവർത്തനം തികച്ചും അവ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ 111 മുതൽ ഒരു 3-4 വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രിമിനൽ നിയമത്തിനെ സംബന്ധിച്ച് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ജൂറിസ്പ്രുഡൻഷ്യൽ ഒരു സ്റ്റാൻഡ് പോയിന്റ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ക്രിമിനൽ കുറ്റം നിർവചിക്കുമ്പോൾ അത് അവ്യക്തമാവാൻ പാടില്ല. അവ്യക്തമായി കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇനി കാരണം എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് കുറ്റമാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു അറിവ് എനിക്കുണ്ടായിരിക്കണം. ആ അറിവ് കിട്ടുന്നത് ഇതുപോലുള്ള സെക്ഷനുകളിൽ നിന്നാണ്. അപ്പോൾ സെക്ഷൻ അവ്യക്തമായി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ എന്ത് ചെയ്താലാണ് കുറ്റമാണ്, എന്ത് ചെയ്യാതിരുന്നാലാണ് കുറ്റമാവാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്തും അവ്യക്തമായിട്ടുള്ള ഒരു ക്രിമിനൽ നിയമം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ, അതായത് എക്കണോമിക് സെക്യൂരിറ്റി എന്നാണ് വാക്ക് ഉപയോഗിച്ചത്, അത്
ഭീകരതയും. അങ്ങനെ ചെയ്ത ഭീകരപ്രവർത്തനം. അതേപോലെ തന്നെ വേറൊരു വാക്ക് വെച്ച് എനിക്ക് വാസ്തവത്തിൽ അത് മനസ്സിലായില്ല. ലാൻഡ് ഗ്രാബർ, അതായത് മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതാണ് ഭീകരപ്രവർത്തനം. ഒരു ഉദാഹരണം പറയാം. നിയമഗിരിയിൽ, ഒറീസയിൽ, അവിടെ കാടുകളിൽ ജീവിച്ചിരുന്ന ആദിമനിവാസികൾ, ട്രൈബൽസ്, അവരുടെ ഭൂമി മുഴുവൻ സർക്കാർ ഒരു കാലഘട്ടത്തിൽ പിടിച്ചെടുത്തു. വേറൊന്നിനുമില്ല, കാരണം അവിടെ ബോക്സൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് സ്റ്റെർലൈറ്റ് എന്നുള്ള ഒരു കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ തന്നെ പിടിച്ച് പുറത്താക്കിയത്. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരുണ്ടെന്നാണ് കണക്ക്. ഇവരെല്ലാവരും, അവർക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവർ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പലരും പല റോഡുകളിലും അവിടെയും ഇവിടെയും സർക്കാരിൻ്റെ ഭൂമിയിലും ഒക്കെ ടെൻറ്റും വെച്ച് കെട്ടി താമസാക്കി കഴിഞ്ഞാൽ അവർ ലാൻഡ് ഗ്രാബറായി. അങ്ങനെ സർക്കാരിൻ്റെ ഭൂമി കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഭീകര പ്രവർത്തനമായി. വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നതിന് പകരം അവരെന്നെ ഭീകരവാദികളായി ചിത്രീകരിച്ച് അവരെന്നെ ജയിലിലടയ്ക്കുന്ന ഒരു അവസ്ഥ. ഇതൊരു എക്സ്ട്രീം പൊസിഷൻ പറഞ്ഞതാണ്. ഒരുപക്ഷെ ഞാനത് അത്ര കണ്ട് നോക്കിയിട്ടില്ല. എന്നാലും പുതിയ വഖഫ് നിയമം വരുമ്പോൾ സർക്കാർ ഭൂമി കയ്യിൽ വെക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധവും പുതിയ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പണ്ട് മുതലേ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ആ നിയമവും ഈ നിയമം കൂടി കൂട്ടി വായിക്കുമ്പോൾ വഖഫ് ഭൂമി കയ്യിലുള്ളവരെല്ലാവരും ഭീകരവാദികളോ. ഈ കൈവശം വെക്കൽ തന്നെ ഒരുപക്ഷെ ഭീകരപ്രവർത്തനം. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ആ നിയമത്തിൻ്റെ ആവശ്യം ഇവിടെ അത് തന്നെയാണ്. കഴിയണതും സർക്കാർ ഭൂമികൾ നമ്മുടെ കയ്യിലാക്കി അത് കുത്തക മുതലാളിമാർക്ക്, ഇപ്പോൾ സ്റ്റെർലൈറ്റിന് കൊടുത്ത മാതിരി അവർക്ക് കൊടുക്കുക. അവർക്ക് കാരണമുണ്ട് പറയാൻ. കാരണം വികസനം വേണം, ആൾക്കാർക്ക് ജോലി വേണം. വികസനം ഇല്ലെങ്കിൽ ജോലിയില്ല. അപ്പോൾ നിങ്ങളത് സഹിച്ചേ പറ്റൂ. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളിത് സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ, ഇത്തരം കാര്യങ്ങൾക്ക് പോകാതിരുന്നാൽ പോരെ, കുറ്റകരമാവില്ലല്ലോ. അവിടെയാണ് വേറൊരു പ്രശ്നം. ഈ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പം അട്രോസിറ്റി അല്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങളെ, അതല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ നേതാക്കളെ വേട്ടയാടി പിടിക്കുന്നത് അല്ലാത്തവരുണ്ട്. UAPA എന്നുള്ള നിയമത്തിലാണ്. എന്താ UAPA? UAPA എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ കൊടുന്ന ഒരു നിയമത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ UAPA. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇതാണ് എൻ്റെ. അപ്പോൾ അവർ പറയണതെല്ലാം ഒരു നിയമമായിട്ട് കണക്കാക്കി അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ലീഗലായി UAPAൻ്റെ കീഴിൽ വന്നു. അവിടെ വേറൊരു ഒരു വിഷമം. അതിപ്പം അതിന് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പറയാൻ യോഗ്യനായിട്ടുള്ളത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമാണ് പിന്നെ അത് പിന്നീട് പോയിരിക്കുക. ഇപ്പോൾ ഇവിടെ PFI നിരോധിച്ചു. ഞങ്ങളാരും PFIനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. പക്ഷേ PFI നിരോധിച്ചപ്പോൾ സംഭവിച്ചെന്താ, അതിലത്തെ അംഗങ്ങൾ പോലും ഭീകരവാദികളായി. മുൻ അംഗങ്ങൾ
അതിൽ നിന്ന് അവരുടെ പ്രവർത്തനത്തിൽ താല്പര്യമില്ലാതെ ഒന്ന് രാജിവെച്ച് പോന്ന ആൾക്കാരും ഭീകരപ്രവർത്തകരായി. അവരുടെ എല്ലാവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. വീട്ടിൽ വന്ന് സീൽ വെച്ച് പലർക്കും വീടില്ലാത്ത അവസ്ഥ വരെ ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഈ ഒരു നിയമം, അതായത് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗളത്ത് ആക്ട് കൊണ്ടുവരുന്നത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതേപോലെ അതേ വാചകങ്ങൾ തന്നെയാണ് ഈ UAPA നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ഓർഗനൈസ്ഡ് ക്രൈം, അതല്ലെങ്കിൽ ഒരു സംഘടന ചെയ്യുന്ന കുറ്റം, മനുഷ്യന്മാർ കുറ്റം ചെയ്യാറുണ്ട്, പക്ഷെ ഒരു സംഘടന ചെയ്യുന്ന ഒരു കുറ്റം വരുന്നത് ഈ നിയമത്തിലാണ്. ആ നിയമത്തിലാണെങ്കിലും നമ്മൾ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ നമ്മൾ കുറ്റക്കാരനല്ലോ എന്ന് തെളിയിക്കണം ജാമ്യം കിട്ടാൻ. ആരാണോ കുറ്റക്കാരെന്ന് പറയുന്നവർ കോടതിയിൽ പോയി ഒരു ജാമ്യ അപേക്ഷ കൊടുത്താൽ അദ്ദേഹം തെളിയിക്കണം, ഞാൻ ഈ നിയമത്തിൽ കുറ്റം ചെയ്തിട്ടില്ല, എന്നാലേ ജാമ്യം കിട്ടും. മറ്റുള്ള നിയമങ്ങൾ പോലെ ഈ 60 ദിവസം കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും വരാൻ പറ്റില്ല. എത്രയോ ആൾക്കാർ ഇവിടെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഞാൻ അഭിഭാഷകരോടല്ല പറയുന്നത് കേട്ടോ. സ്റ്റാൻ സ്വാമി ജസ്യൂട്ടാണ്, അല്ലെങ്കിൽ ആയിരുന്നു. അദ്ദേഹം അലഹബാദിനടുത്ത് UP ഒരു ആശ്രമം നടത്തിയിരുന്നു. അവിടെ ഈ മനുഷ്യാവകാശ പ്രവർത്തനം അല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചത് സ്റ്റാൻ സ്വാമിയാണ്. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാനുണ്ടാവും, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് പോളോ ഫ്രിയറി എന്നാണ്, ബ്രസീലിയനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം സാധാരണ ജനങ്ങൾക്ക് കൂടി നന്മയ്ക്കുള്ളതാവണം, അതിനൊരു ജനാധിപത്യത്തിൻ്റെ ഒരു നിറം അതിന് വന്നില്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഒരുപക്ഷെ മറ്റേ വൻകിട മുതലാളിമാർക്ക് ഉപകാരം ഉണ്ടായെന്ന് വരാം, പക്ഷെ സാധാരണക്കാർക്ക് യാതൊരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ആദ്യം വാദിച്ചത് പോളോ ഫ്രിയറിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, അത് മലയാളത്തിൽ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയും, മർദ്ദിതരുടെ വിദ്യാഭ്യാസ രീതി. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോളേജിലോ സ്കൂളിലോ എവിടെയായാലും ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കുട്ടികളിൽ ഡെപ്പോസിറ്റ് ചെയ്യല്ല വേണ്ടത്. അതായത് അതിന് ബാങ്കിങ് കൺസെപ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാതിരി ഈ ടീച്ചർമാരുടെ വിവരം ഈ കുട്ടികളിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അവർക്ക് പിന്നെ വേറൊരു വ്യക്തിത്വം ഇല്ല. അവർക്ക് ഈ പറഞ്ഞു കൊടുത്തതും ആ ഒരു സംഭവം അന്ന് വല്ലാത്തൊരു ഗോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഇവരല്ലാത്ത മേൽജാതി എന്ന് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ജാതി എന്ന് ആരുടെയും പറയാൻ പാടില്ല. ഒരു മേൽക്കോയ്മയുള്ള മേലാളർ അവരും ബ്രിട്ടീഷുകാരും കൂടി ഒന്നിച്ചു. എന്നിട്ട് അവസാനം ആ സമരം അല്ലെങ്കിൽ യുദ്ധം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് തുടക്കം മുതൽ.
അത് അനുസ്മരിക്കാൻ വേണ്ടി എല്ലാ വർഷവും കോരെ ഭീമാഗാവിൽ എർഷാദ് പരിഷത്ത് എന്നും പറഞ്ഞ് ഒരു പ്രോഗ്രാം കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്യണം. അപ്പോൾ അവസാനം വന്ന 2018 മറ്റാണ്. അതിലെ റിസപ്ഷൻ കമ്മിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോംബെന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി, ഒരു ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ സാമൂഹ്യ സേവനത്തിന് വേണ്ടി മാത്രം രാജിവെച്ച് അതിനിറങ്ങി തിരിച്ച വേറൊരു ജഡ്ജി, ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. അത് തികച്ചും ഒരു സാംസ്കാരിക രംഗത്ത് ഉള്ള ഒരു കാര്യപരിപാടികളായിരുന്നു. പക്ഷെ അവിടെ എന്തോ ഒരു കലാപം നടന്നു. അതിന് 2 പക്ഷമുണ്ട്. അതിൽ പങ്കെടുത്തവരാണ് ചെയ്തതെന്നും അതല്ലാതെ പുറമേ നിന്നുള്ളവരാണ് ചെയ്യുന്നത് 2 പക്ഷമുണ്ട്. എന്തായാലും സ്റ്റാൻ സ്വാമി ആ ഭാഗത്തേക്ക് പോയിട്ടൊന്നുമില്ല. അദ്ദേഹം അതിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നില്ല, അതിൻ്റെ കാര്യപരിപാടികളിലുണ്ടായിരുന്നില്ല. അദ്ദേഹം അലഹാബാദിൽ സ്വന്തമായിട്ട് അവിടെ ഈ മനുഷ്യാവകാശ പ്രവർത്തനം നടത്തി നടക്കുകയാണ്. പക്ഷെ അവിടെ പങ്കെടുത്ത് അത് രാജ്യത്തിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ഒരു ഭീകരപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആ ചാർജ്. അത് UAPAയിലായിരുന്നു. ഇന്നിപ്പം അത് UAPA വേണ്ട. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ വേണമെങ്കിൽ ഒരാളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്യും. അതും അവ്യക്തമായിട്ടുള്ളൊരു നിയമം. കേന്ദ്രത്തിനെതിരെ പോരാടി, അല്ലെങ്കിൽ കേന്ദ്രത്തിനെ വിമർശിച്ചു, അതല്ലെങ്കിൽ വികസനത്തിന് എതിരെ നിന്നു, ഇതൊക്കെയും തന്നെ അതിൻ്റെ കീഴിൽ വരും. നമ്മൾ ഈ വാചകങ്ങളെല്ലാം ആ സെക്ഷൻ നോക്കിയാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും പ്രവൃത്തി ഇത്തരത്തിൽ ഭീകരപ്രവർത്തനമായിട്ട് വന്നാൽ ആ സ്ഥലത്തെ SP-യുടെ പെർമിഷനോട് കൂടി UAPA പ്രയോഗിക്കാം. ഇതാണ് ഈ വകുപ്പ് പറയണത്. അപ്പം എന്തായി? രണ്ട് ശിക്ഷ, ഒരു കുറ്റത്തിന് 2 ശിക്ഷ. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള ഒരു ശിക്ഷ, UAPA പ്രകാരമുള്ള വേറൊരു ശിക്ഷ. ഒരിക്കലും നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് ഒരു കുറ്റത്തിന് ഒരിക്കലേ ചെയ്യൂ, അല്ലേ? ഇങ്ങനെയല്ലേ ആർട്ടിക്കിൾ 20 പറഞ്ഞത്? ഒരു ഡബിൾ ചിയോപ്പാടി പാടില്ല. ഒരു കുറ്റത്തിന് 1 പ്രാവശ്യം ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതാണ് 111-ാം വകുപ്പ്. അത് കഴിഞ്ഞിട്ട് ഓർഗനൈസ്ഡ് ക്രൈം. ഓർഗനൈസ്ഡ് ക്രൈം എന്താ? സംഘടനകൾ ചെയ്യുന്നത്. ആ സംഘടനയിലെ അംഗങ്ങൾ ചെയ്തതായിട്ട് കണക്കാക്കും. അവർ ചിലപ്പോൾ ആ മീറ്റിങ്ങിന് തന്നെ പോയിട്ടുണ്ടാവില്ല, എന്നാലും അവർ ഭീകരപ്രവർത്തനം ചെയ്ത ആൾക്കാരായിട്ട് കണക്കാക്കി അവരെയും UAPAയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഇപ്പോൾ വന്ന ഭാരതീയ ന്യായ സംഹിത ഇതിൽ അവരെ ഉൾപ്പെടുത്തി അവരെ ശിക്ഷിക്കും. സ്റ്റാൻ സ്വാമി കിടന്നത് 10 വർഷത്തോളമാണ് ജയിലിൽ. ഒരു 83-84 വയസ്സുള്ള ഒരു വയോധികൻ, അസുഖങ്ങൾ ബാധിച്ച ഒരാൾ, ശിക്ഷയ്ക്ക് പോലുള്ള ഒരു വിടുതൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് കിട്ടിയില്ല. കാരണം അത്രയും ഘടകമാണ് ഈ വകുപ്പ്. കൊടുക്കാൻ പറ്റില്ല. കോടതിക്ക് കൊടുക്കണമെങ്കിൽ അദ്ദേഹം തെളിയിക്കണം ഞാൻ കുറ്റക്കാരനല്ല എന്ന്. ജയിലിൽ കിടക്കുന്ന ഒരാൾ ഞാൻ കുറ്റക്കാരനല്ല എന്ന് എങ്ങനെ തെളിയിക്കും? സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത രീതിയിലുള്ള ഒരു നിയമം. ആ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ദയാദാക്ഷിണ്യം ആരും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
ഇനി ഇത് വേണമെങ്കിൽ സെറ്റപ്പും ചെയ്യാം. നമ്മൾ സ്ഥിരം കാണുന്നതായിരിക്കും. അതായത് എതിർപക്ഷത്തുള്ള അല്ലെങ്കിൽ എതിർ പാർട്ടിയിലുള്ള ആൾക്കാരെ വകവരുത്താൻ വേണ്ടിയിട്ട് EDനെ പ്രയോഗിക്കുക, ഇൻകം ടാക്സിനെ പ്രയോഗിക്കുക. അതുപോലെ തന്നെ NIA എന്ന് പറഞ്ഞൊരു സാധനം. NIA എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. അവരും ഇതേപോലെ തന്നെയാണ്, സർക്കാരിൻ്റെ ഒരു അനുബന്ധമാണ്, ഭരണകൂടത്തിൻ്റെ ഒരു അനുബന്ധം വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭരണകൂടം വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അകത്താക്കാം. തെളിയിക്കൽ പിന്നെയാണ്. ആരോപണം വന്ന് ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാലാകാലം കിടന്നേ പറ്റും. വേറൊരു സംഗതി കൂടിയുണ്ട്, ഇതിലൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറയാൻ കാരണം UAPA കേസ് നടത്തിയിട്ടുള്ളവർക്കറിയാം. ഒരു 200, 300, 400 സാക്ഷികളുണ്ട് സാക്ഷിപ്പട്ടികയിൽ. അത്ര തന്നെ രേഖകളും ഉണ്ടാവും. ഈ രേഖകൾ എന്തൊക്കെയാ? എവിടെയോ ആരോ ഒരു ബോംബ് വെച്ചു, അതല്ലെങ്കിൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി, അതിൻ്റെ അടുത്ത് കൂടി ഒരാൾ പോയി, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരാളെ ഒരാൾ ജീപ്പ് കൊണ്ടുപോയി. ആ ജീപ്പിൻ്റെ RC ബുക്ക്, ആ ജീപ്പ് വാങ്ങിയ അയാളായിരിക്കില്ല വാങ്ങിയത്, വേറെ ആയിരിക്കും വാങ്ങിയത്. വാങ്ങിയ ആളുടെ ആധാരം, കാരണം ഇത് ബാങ്കിൽ വെച്ച് പണയപ്പെടുത്തിയിട്ടായിരിക്കും ഈ ജീപ്പ് മേടിച്ചിട്ടുണ്ടാവുക. ആ പണയപ്പെടുത്തിയ രേഖകൾ, ഇതിൻ്റെ മുൻ രേഖകൾ, ഈ വസ്തു അയാൾക്ക് എങ്ങനെ കിട്ടി, എല്ലാം കൂടി വരുമ്പോൾ ഒരു 10,000 ചില്ലാൻ രേഖകളുണ്ടാവും. ഒരു ജഡ്ജിയും ഇത് തൊടാൻ കൂട്ടാക്കില്ല. കാരണം ഒരുപാട് ടൈം എടുക്കും വിചാരണ നടക്കാൻ. അതുകൊണ്ട് വിചാരണ ഇല്ലാതെ ഇവർ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ. അത് തന്നെയാണ് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇപ്പോൾ ഈ വകുപ്പ് വന്നാൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സംഗതി. അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അതായത് ഓർഗനൈസ്ഡ് ക്രൈം കഴിഞ്ഞു, ഇനി ടെററിസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. വേറൊരു നിയമം നമുക്കൊക്കെ അറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ ഇവിടെ ഉണ്ടാവും ചിലപ്പം. ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പാഠം, എപ്പോഴും ഇന്ത്യൻ സമൂഹം മറ്റ് സമൂഹത്തേക്കാൾ സമാധാന പ്രേമികളായിട്ടാണ് ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. ഗാന്ധിജിയുടെ ആ ഒരു തീം എന്തായിരുന്നു? നിങ്ങൾക്ക് സമരം ചെയ്യാം, നിങ്ങൾക്ക് നിയമത്തിനെ പ്രതിരോധിക്കാം. തോറോൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഗാന്ധിജിയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു നിയമം വരുമ്പം അത് പാലിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പാടില്ല. അത് നിഷേധിക്കാനുള്ള ഒരു അവകാശം കൂടി എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണെങ്കിൽ അതൊരു കരിനിയമമാണെങ്കിൽ, അതിന് ജനദ്രോഹപരമായിട്ടുള്ള ഒരു നിയമമാണെങ്കിൽ പ്രതിരോധിക്കാം, അതിനെ ഡിസൊബേ ചെയ്യാം. പക്ഷെ ഡിസൊബേ ചെയ്താൽ അതിൻ്റെ കുറ്റം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാണ്, ജയിലിൽ പോകാൻ തയ്യാറാണ്. ഹൈ ട്രീസണ് ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പം വിചാരണ കഴിഞ്ഞതിൻ്റെ ശേഷം മജിസ്ട്രേറ്റ് ചോദിച്ചു ഗാന്ധിജിയോട്, നിങ്ങൾക്ക് ശിക്ഷേനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ കേസിലും നടക്കുന്ന പോലെ. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, ഈ നിയമത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താണ് അതെനിക്ക് തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാനിത് എന്തിനെ ഇത് ഡിസൊബേ ചെയ്തു, അല്ലെങ്കിൽ ഞാനിത് എന്തുകൊണ്ട് ഇത് അനുസരിച്ചില്ല, ആ ഒരു കാരണത്തിന് കോട്ടം തട്ടും. അതെനിക്ക് മനപ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ശിക്ഷ തരണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ സമാധാനപരമായിട്ടുള്ള ഒരു നിയമത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, ഗാന്ധിജി ഉപയോഗിച്ച വാക്ക് സത്യാഗ്രഹം എന്നാണ്. കാരണം അങ്ങനെ ചെയ്യുന്നവർ സത്യാഗ്രഹികളാണ്.
ഒരു സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്, സത്യത്തിനു വേണ്ടി സമരം ചെയ്യുന്നവരാണ്, അവർ സത്യാഗ്രഹികളാണ്. ഈ ഗാന്ധിജി തന്നെ പല സമയത്തും നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യുന്നതാണ്. കാരണം വേറെ ആർക്കും ദോഷമില്ലല്ലോ. ഞാൻ നിരാഹാരം ഇരുന്ന എനിക്കല്ലേ ദോഷം. പക്ഷേ ഇവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പുതിയത് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 226 വകുപ്പിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ അതല്ലെങ്കിൽ ചെയ്യിപ്പിക്കാതിരിക്കാനോ നിരാഹാരം ചെയ്താൽ, ഉപയോഗിക്കുന്ന വാക്ക് നിരാഹാരം എന്നല്ല, പക്ഷെ നമുക്കറിയാതെ നിരാഹാരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുന്നത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന്, അതായത് ആത്മഹത്യാശ്രമം. അപ്പോൾ ആത്മഹത്യാശ്രമം എങ്ങനെയാണ്? ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു കാര്യം സാധിക്കാനോ അതല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യാതിരിക്കാനോ ആരെങ്കിലും ആത്മഹത്യാശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് കുറ്റമാണ്, ജയിലിൽ പോകും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി നിരാഹാരം ഇരിക്കേണ്ട. നിരാഹാരം ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ആഹാരം കിട്ടാതെ മരിക്കും. അപ്പോൾ ഇത് എന്തായി? അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡായി. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡാണെങ്കിൽ നിങ്ങൾ നിരാഹാരം ഇരിക്കുന്ന എന്തിനാ? എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു നിയമം, കരിനിയമം റദ്ദാക്കാനോ അതല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കാനോ, സ്വന്തമല്ല സമൂഹത്തിന് വേണ്ടി. ക്രിമിനൽ കുറ്റം. അതായത് നമ്മുടെ ഭരണഘടനേൻ്റെ, ആരെങ്കിലും നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മുടെ ഭരണഘടനയുടെ 51A അനുച്ഛേദത്തിന് എതിരെ. 51A അനുച്ഛേദത്തിൽ എന്താ പറയുന്നത്? ഓരോ പൗരനും ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയുണ്ട്. അതായത് ഭരണഘടന അനുശാസിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ബാധ്യത ഓരോരുത്തർക്കുണ്ട്. അതിൽ ഒന്ന് കാറ്റലോഗ് ചെയ്ത് വന്നപ്പോൾ ഒന്ന്, നമ്മുടെ സ്വാതന്ത്ര്യ സമയത്ത് നമ്മുടെ നേതാക്കൾ ഏത് ഫിലോസഫി, തത്വശാസ്ത്രം പ്രയോഗിച്ചോ അതിനെ പരിപോഷിപ്പിക്കേണ്ട ചുമതല ഓരോ പൗരനുണ്ടെന്നാണ് ഈ ആർട്ടിക്കിൾ 51A പറഞ്ഞിരിക്കുന്നത്. പൗരനെ സംബന്ധിച്ചോളം അതുണ്ട്. പക്ഷെ അത് ഭരണകൂടത്തിനെയോ അല്ലെങ്കിൽ പാർലമെന്റിനെയോ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ മൊത്തം ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ പല കാര്യങ്ങളും ബ്രിട്ടീഷുകാരെക്കാട്ടിലും കൂടുതൽ അവരും ഇത്രയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സാറ് പറഞ്ഞത് ഇത് ഒരു പുരോഗമനവാദിയായിട്ടുള്ള ഒരു നിയമമല്ല, നേരെ തിരിച്ച് പ്രതിലോമകരമായിട്ടുള്ള കുറേ നിയമങ്ങളാണ്. അതായത് നമ്മളെ ഒരു ബുള്ളക്കാട്ട് ഏജിലേക്ക്, അതായത് നമ്മുടെ രാജ്യത്ത് പിന്നെ ഭരണ സംവിധാനം മതേതരത്വം അല്ലെങ്കിൽ മറ്റ് ജനാധിപത്യ സംവിധാനം ഉൾക്കൊള്ളുന്ന അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നിയമമാണ് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം. വേറെ ഉണ്ട്, ഞാൻ മുഴുവൻ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കിടക്കാം. അടുത്ത ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറ്റി അവർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, എന്തായാലും സുരക്ഷ എന്ന് വെച്ചാൽ സംഹിത, എന്താ സുരക്ഷ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എന്തായാലും നാഗരികമെന്ന് മനസ്സിലായി, എന്തായാലും ഒരു പേര്. അതിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവരിന് ഏറ്റവും വലിയ കുറ്റമല്ലെങ്കിൽ ഒരു ചെറിയ കുറ്റങ്ങൾക്കൊക്കെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കുറ്റമാണെങ്കിലും അതിന് DYSPയുടെ പെർമിഷൻ വേണം. ആദ്യം പെർമിഷൻ ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതായത് 60 വയസ്സിനൊക്കെ മുകളിലുള്ളവരും അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്നവരോ
ആയിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് DYSPയുടെ പെർമിഷൻ ഇല്ലാതെ, അപ്പം അതിന് കാരണം പറയേണ്ടി വരും. DYSP പെർമിഷൻ കൊടുക്കുമ്പോൾ കാരണം പറയാതെ കൊടുക്കണം. അങ്ങനെ ഒരു സേഫ് ഗാർഡ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ മിക്കവാറും കേസ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, സമൻസ് കിട്ടുമ്പോഴാണ് നമുക്കറിയാം. ആ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാകും പറയുമ്പോഴാണ് അതിലാകെ ഒരു ചെറിയൊരു കടലാസം ഉണ്ടാകുള്ളൂ, മറ്റൊക്കെ കോടതിയിൽ നിന്നേ കിട്ടും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ, അത് എനിക്ക് വാസ്തവത്തിൽ മനസ്സിലായിട്ടില്ല. ഈ പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ അത് ഒതുക്കാൻ കാരണം എന്താണ്? എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. നമ്മളത് നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ ഒരു ചരിത്രം പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വകാര്യ അന്യായം കൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വേറെ ആർക്കെങ്കിലും എതിരെ കൊടുക്കുമ്പോൾ അതിൽ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഈ എതിർകക്ഷിനെ എക്യൂസ് എന്ന് പറയാൻ പാടില്ല എന്നാണ് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഉള്ള ജഡ്ജ്മെൻ്റൊക്കെ പറയണത്. അവർ എക്യൂസ്ഡ് അല്ല, അവർ കുറ്റം ചെയ്തവരായിട്ട് കണക്കാക്കാൻ പറ്റില്ല അവരെ. അവർ വെറും എതിർകക്ഷികളാണ്. അപ്പോൾ എതിർകക്ഷിക്ക് നോട്ടീസ് കൊടുത്ത് അവർ കേട്ടതിന് ശേഷം മാത്രമേ സമൻസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നല്ല മാറ്റമാണ്. പക്ഷേ അതിലും പേടിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. നേരത്തെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പ്രൈവറ്റ് പേഴ്സൺ വേണമെങ്കിൽ, ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണമെങ്കിൽ കുറ്റം തൻ്റെ മുമ്പിൽ ചെയ്ത് കണ്ടാൽ ആ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാം. പ്രൈവറ്റ് പോലീസിനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. അത് നിയമം, അല്ലാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ പുതിയ നിയമത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഹാജരാക്കിയാൽ മതി. എന്ന് വെച്ചാൽ 6 മണിക്കൂർ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നവരെ കൈവശം വയ്ക്കാനുള്ള ഒരു പെർമിഷൻ. ഇപ്പം ഞാൻ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ വെച്ചൊരു കുറ്റം നടന്നു എന്ന് എനിക്ക് തോന്നി, ആ കുറ്റം ചെയ്ത വ്യക്തിനെ എനിക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിന് പകരം എനിക്ക് ഈ 6 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കസ്റ്റഡിയിൽ വെച്ചിട്ട് മാത്രമേ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ട കാര്യമുള്ളൂ. എവിടെ വെക്കും? അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ എന്തിനാണ് കസ്റ്റഡിയിൽ വെക്കണേ? കാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് പോലീസാണ്. അല്ല, വെച്ചിരിക്കണം എന്നല്ല പറയണത്, വെക്കാന്ന് പറയുന്ന ഒരു പെർമിഷനായി. അപ്പോൾ പിന്നെ വെക്കുന്നതുകൊണ്ട് തെറ്റില്ല, കുറ്റമില്ല. പിന്നെ എനിക്ക് പല കാരണങ്ങളും പറയാം. പക്ഷെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ 6 മാസം ഒരു വ്യക്തിനെ കസ്റ്റഡിയിൽ 6 മണിക്കൂർ എന്തുകൊണ്ട് വെക്കണം? എന്തുകൊണ്ട് വെക്കാൻ പാടില്ല? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും തന്നെ ആ നിയമത്തിലില്ല. വേറൊരു അപാകത അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന വേറൊരു സംഗതി, നേരത്തൊക്കെ പ്രോപ്പർട്ടി നമ്മുടെ വസ്തു അറ്റാച്ച് ചെയ്യാം, ഒരു കുറ്റക്കാരൻ്റെ വസ്തു അറ്റാച്ച് ചെയ്യാം. പക്ഷേ സാധാരണ നടക്കുന്ന കോടതിയിൽ കേസ് വന്നതിന് ശേഷം മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ആക്കാം. ഇപ്പം പുതിയൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, പുതിയ നിയമമല്ല, നേരത്തെയുള്ള ആ വകുപ്പിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ, ഇത് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തും വേണമെങ്കിൽ ചെയ്യാം. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കോടതിയിൽ അപേക്ഷ കൊടുത്ത് അറ്റാച്ച് ചെയ്തിടും. നമ്മളൊക്കെ മനസ്സിലാക്കിയത്, പണ്ടാണെങ്കിൽ വസ്തു നമ്മുടെ മൗലിക അവകാശമായിരുന്നു. 1977 അത് മാറ്റി ഭരണഘടന ഭേദഗതി ചെയ്തിട്ട്. പക്ഷെ എന്നാലും ഇപ്പം അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്നും പറഞ്ഞ് ഒരാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് വയ്ക്കുന്നത് ശരിയാണോ? വേറൊരു നിയമം കൊണ്ടുവന്നത്, പ്രോസിക്യൂഷൻ കുറേ ഡോക്യുമെൻ്റ് തരും മിക്കവാറും കേസുകളിലുള്ള. ആ ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ സമൻസ് കിട്ടി കോടതിയിൽ ഹാജരാകുമ്പോഴാണ്. അവിടുന്ന് ബെഞ്ച് ക്ലർക്ക് എടുത്തു തരും, നമ്മൾ അതിൽ ഒപ്പിട്ട് തിരിച്ചങ്ങ് കൊടുക്കണം.
കോപ്പി കിട്ടുമെന്നും പറഞ്ഞു. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പൊ വന്നിരിക്കുന്ന ഭേദഗതി അനുസരിച്ച് ഇങ്ങനെ നമുക്ക് ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് കിട്ടി. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഡോക്യുമെന്റ് നമ്മൾ സമ്മതിക്കുന്നോ സമ്മതിക്കുന്നില്ല ഏതെങ്കിലും ഒന്ന് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കോടതിനെ അറിയിക്കണം. അങ്ങനെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കോടതിനെ അറിയിച്ചില്ലെങ്കിൽ ആ ഡോക്യുമെന്റ് എല്ലാം നമ്മൾ സമ്മതിച്ചതായിട്ട് കണക്കാക്കും. എന്ന് വെച്ചാൽ പിന്നെ അതിന് വേറെ തെളിവൊന്നും വേണ്ട. വേറൊരെണ്ണം, ഈ സാധാരണ ഫോറൻസിക് പിന്നെ കൂടുതലും കൊലപാതക കുറ്റങ്ങളിലാണ് അത് സംഭവിക്കാറ്, അല്ലെങ്കിൽ ഫോർജറി കേസുകൾ. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും. അതെന്തിനാന്ന് വെച്ചാൽ വിദഗ്ധ ആ ഒരു പിന്നെ അഭിപ്രായം തേടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ എതിർത്തില്ലെങ്കിൽ പിന്നെ എക്സ്പെർട്ടിനെ വിസ്തരിക്കണ്ട, അത് കേസിൽ തെളിവായി. ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന, വേറൊന്നിനും മാറ്റമൊന്നുമില്ല, ബാക്കിയൊക്കെ സെയിമാണ്. പിന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നേരത്തെ ജാമ്യം അല്ലെങ്കിൽ ബെയിൽ അതിൻ്റെ നിർവചനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു നിർവചനം വന്നിട്ടുണ്ട്. അതിന്റെ രസം എന്താണെന്നല്ലേ എന്ന് വെച്ചാൽ, ഒരു കണ്ടീഷനും ഇല്ലാതെ ബെയിൽ കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ, ഏതെങ്കിലും വ്യവസ്ഥകൾ പ്രകാരം കൊടുക്കുന്ന ഇതാണ് ബെയിൽ. കണ്ടീഷൻ നിർബന്ധം ഉണ്ടായേ പറ്റും. ഇപ്പൊ ഒരു ജഡ്ജിക്ക് തോന്നുകയാണ് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, അതിനുള്ള തെളിവില്ല, ഒന്നുമില്ല, പക്ഷെ ഇൻവെസ്റ്റിഗേഷനെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല, ഇദ്ദേഹത്തിന് ഒരു നിരുപാധിക ബെയിലും കൊടുത്തേക്കാം. പണ്ട് സാധിക്കുമായിരുന്നു, ഇനിയിപ്പോ ഈ പുതിയ നിയമം വന്നതിന് ശേഷം അത് സാധിക്കില്ല. ഇത് സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ മതി. ഇതൊരു പ്ലെയിൻ റീഡിംഗ് ആണ്. ഒരു വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തിയെടുക്കാതെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ വാചകങ്ങളാണ്. ഇത് പുരോഗമനവാദപരമാണോ അതോ പ്രതിലോമമാണോ? നമ്മുടെ പിന്നെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ജഡ്ജ് ആവണ്ട, അഡ്വക്കേറ്റ് ആവണ്ട, ഒന്നും ആവണ്ട, ആണോ ഇല്ലേ? അതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം. വേറെ എങ്ങനത് ഭീകരതയിലേക്ക് പോകുന്നു, അതിനെന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതൊക്കെ മാറ്റൊലി. അബൂബ സാറിന്റെ വാക്കാണ് മാറ്റൊലി, ഞാനിട്ടതല്ല. ആ മാറ്റൊലി നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഇവിടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു അരാജകത്വം, ഒരു അതിക്രമം ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ഓരോ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ആ രാജ്യത്തിന്റെ ആ സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം അനുസരിച്ചായിരിക്കും. ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു നിയമം വന്നാൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ മൊത്തത്തിലൊരു സ്റ്റഡി നടന്നതിൽ എൻ്റെ ഇടയിൽ ഞാൻ കൂട്ടിച്ചേർക്കുന്നു എന്ന് കരുതിയാണ്. ലെവിൻസ്കിയും സിബ്ലാറ്റും കൂടി, രണ്ടുപേരും അമേരിക്കയിലെ മേജർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാണ്. 10 വർഷം അവരൊരു റിസർച്ച് ചെയ്തിട്ട് അവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അവൈലബിൾ ആണ്, ചിലപ്പം നമ്മുടെ DC ബുക്സിലൊക്കെ കിട്ടുമായിരിക്കും. അതിൻ്റെ പേര് ഹൗ ഡെമോക്രസി ഡൈസ്. കാലക്രമേണ എങ്ങനെ ജനാധിപത്യത്തിന് മരണം സംഭവിക്കുന്നു എന്നാണ് ആ ബുക്കിൻ്റെ തീം. അതിൽ പറയുന്നത്, രാജ്യത്തെല്ലായിടത്തും ഒരു കാലത്ത് കറകളഞ്ഞ ജനാധിപത്യം നിലനിന്ന രാജ്യങ്ങളിൽ പോലും ഇന്ന് ജനാധിപത്യത്തിന് കൊണ്ടം തട്ടിയിരിക്കുകയാണ്, ഇന്ത്യ അടക്കം. അപ്പൊ ഈ ഒരു ജനാധിപത്യത്തിന് കോട്ടം തട്ടിയ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ നിയമങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. നല്ല ഭരണാധികാരികളുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ വിവേകം ഇത് പ്രകാരം ചിലപ്പോൾ ഇതൊന്നും നടപ്പാക്കിയില്ല എന്ന് വരാം.
അല്ലെങ്കിൽ സേഫ് ഗാർഡ് അവർ കൊണ്ടുവന്നെന്ന് പറയും. പക്ഷേ അത് നമ്മൾ ഈ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചുകൂടാ. 8 മണിയായി. ഞാൻ ഒരു കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞു തെളിവ് നിയമത്തിനെ പറ്റി. അബൂബക്കർ സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 3 സാധനം പറയണമെങ്കിൽ ഈ ഒരു സെഷൻ പോരാ. പോട്ടെ, അത് പക്ഷെ ഒരു ബേഡ്സ് ഐ വ്യൂ എന്നാണ് സാർ ഉപയോഗിച്ചത്. ഒരു പ്രധാന അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നു. നേരത്തെ നമ്മൾ കണ്ടു തെളിവ് നിയമത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല, പുതിയ ഒരു വകുപ്പും കൂടി ചേർത്തിട്ടില്ല. സേവിങ്സ് ആൻഡ് റിപ്പീൽ സെക്ഷൻ ഒഴിച്ച്. അത് പക്ഷേ ഒരു സെക്ഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ പഴയ എവിഡൻസ് ആക്ടിലെ 65B വകുപ്പ്, അത് ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ, അതായത് സാക്ഷ്യ സംവിധാനത്തിൽ ഇപ്പം അത് 63ാമത്തെ വകുപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് എങ്ങനെ തെളിയിക്കാം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അഡ്വക്കേറ്റ്സിന് അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിലും മറ്റുള്ളവർക്ക് എത്ര പെട്ടെന്ന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതായത് ഇവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയും പിന്നെ കുറച്ചും കൂടെ ഹെൽപ്പായി. നേരത്തെ ഉണ്ടായിരുന്നത് ഡിവൈസ് എന്നായിരുന്നു. ഡിവൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതെങ്ങനെ തെളിയിക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ CD കണ്ടൻസ്, കമ്പ്യൂട്ടറിലെ പിന്നെ ഡാറ്റകൾ അല്ലെങ്കിൽ മൊബൈലിലെ ഡാറ്റകൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പിടിച്ചെടുക്കുന്ന മുഴുവൻ ഒന്നുകിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ്, അതല്ലെങ്കിൽ മൊബൈൽ ഒക്കെ ആയിരിക്കും. ഇതിലത്തെ ഉള്ളടക്കം എങ്ങനെ തെളിയിക്കാം, അതാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സാക്ഷ്യ അധിനിയമത്തിലെ വകുപ്പ്. അവിടെ പഴയ വകുപ്പ് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 4 കണ്ടീഷൻ, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഒരു 4 കണ്ടീഷൻ അതിൽ പാലിച്ചു എന്ന് കാണിച്ച് ഈ കമ്പ്യൂട്ടർ ആരുടെ കൺട്രോളിലാണോ അതിൻ്റെ സൂപ്പർവൈസർ, കാരണം മൊത്തത്തിൽ ഇതെല്ലാം നോക്കി നടത്തുന്ന ആൾ, ഒരു സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കണം. ഇത് ഇന്ന കമ്പ്യൂട്ടർ എന്നാണ്, ഈ കമ്പ്യൂട്ടറിന് കേടുപാടൊന്നും സംഭവിച്ചില്ല, ഈ കമ്പ്യൂട്ടർ അതിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയ രേഖകളാണ്, ഞാൻ അല്ലെങ്കിൽ ഈ കമ്പനി ഇത് സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ 3-4 കണ്ടീഷൻ കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഈ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഫയലിൽ സ്വീകരിക്കുകയുള്ളൂ കോടതി. ഇപ്പം ഈ കമ്പ്യൂട്ടർ എന്നുള്ള നിർവചനത്തിൽ ഒരു വാചകം കൂടി ചേർത്തിട്ടുണ്ട് അവർ. അത് എന്താന്ന് വെച്ചാൽ പിന്നെ സെമി കണ്ടക്ടർ ഡാറ്റ, അങ്ങനെ എന്താണ് എൻ്റെ മുഴുവൻ പേര് പറയണമെന്ന് വെച്ചെങ്കിൽ സർ 63 വകുപ്പ് എടുത്താൽ മതി. 63 വകുപ്പിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം വായിച്ചുണ്ടാക്കാൻ തന്നെ വലിയ പാടാണ്. ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നിടത്ത് നേരത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒക്കെ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വാചകം കൂടി കൂട്ടിച്ചേർത്തുണ്ട്. 63ാമത്തെ വകുപ്പിൽ. ഞാൻ ഈ ബുക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം പലപ്പോഴും ഇവരെന്താ പറഞ്ഞത് നമ്മൾ ഓർമ്മയിൽ വെക്കല്ലോ. സെമി കണ്ടക്ടർ മെമ്മറി. എന്താ ഈ സെമി കണ്ടക്ടർ മെമ്മറി? സെമി കണ്ടക്ടറിന്റെ മെമ്മറി, അതിൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്താ ഈ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടറും
ഒരു ഡിവൈസാണ്. പക്ഷെ അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള സാധനം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആരെങ്കിലും കമ്പ്യൂട്ടർ എക്സ്പെർട്സ് ആയിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വക്കീലന്മാർക്ക് ഒരു ഇത്തിരി ഡിഫിക്കൽട്ടാണ്. സെമി കണ്ടക്ടർ മെമ്മറി എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ EEPROM, ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അല്ലെങ്കിൽ EEPROM. ഇത് EEPROM ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. EEPROM മുമ്പ് ഈ സാധനം എന്തായിട്ട് ഒരു ചിപ്പാണ്. അത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. സെമി കണ്ടക്ടർ മെമ്മറിയിൽ EEPROM രണ്ടും വരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ. EEPROMൻ്റെ ഫങ്ഷൻ അതിലധികം ഡാറ്റ കൊള്ളില്ല. EEPROMൽ അത് ഒരു ഗേറ്റ് ഏരിയയാണ്. ഗേറ്റ് ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക്, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ EEPROM. ഇപ്പോൾ FGPA ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ള കാര്യമല്ല. FGPA എന്ന് പറഞ്ഞാൽ ഫീൽഡ് പ്രോഗ്രാമബിൾ ആണ്. അതിൻ്റെ ഫങ്ഷൻ മാറ്റാം. പക്ഷെ ഇതിൻ്റെ ഫങ്ഷൻ മാറ്റാൻ പറ്റില്ല. ഇത് റീഡ് ഓൺലിയാണ്. ഒരു കമ്പ്യൂട്ടർ സീസ് ചെയ്തെന്ന് വിചാരിക്കുക, അതിൻ്റെ ചിപ്പ് ഇപ്പം നമുക്ക് ആവശ്യമുള്ളൊരു സാധനം അതിലുണ്ട്, പ്രതിക്ക്. അത് പോലീസുകാർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. പിന്നെ അത് വർക്ക് ചെയ്യില്ല. പിന്നെ വേറെ ചിപ്പ് വെക്കണം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ. ആ ചിപ്പ് കൊണ്ട് പിന്നെ യാതൊരു ഉപകാരമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പറയാം. ഈ സോഫ്റ്റ്വെയറിൽ EEPROM കുറച്ചും കൂടി അഡ്വാൻസ്ഡാണ്. നേരത്തെ ഇറേസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം അതിന് അൾട്രാവയലറ്റ് ഇതൊക്കെ വേണം ഇറേസ് ചെയ്യണമെങ്കിൽ. പക്ഷെ EEPROM അങ്ങനെയല്ല, ഇലക്ട്രിക്കലി ചെയ്യാം. ഇത് സാധാരണ ഡിലീറ്റ് ചെയ്യുന്ന മാതിരി ഇലക്ട്രിക് പവർ വെച്ച് ചെയ്യാവുന്ന സംഗതിയാണ് EEPROM. മിക്കവാറും ഇപ്പം കമ്പ്യൂട്ടറിൽ വെച്ച് മറ്റേ ചിപ്പും കാര്യങ്ങളൊക്കെ തന്നെ EEPROM ആണ്. എങ്ങനെയാണ് ഒരു പ്രതി തെളിയിക്കുക? തരുന്നതായാലുണ്ടായിരുന്നു. അതിനെപ്പറ്റി യാതൊരു, മറ്റു രാജ്യങ്ങളിലൊക്കെയും ഇന്ന് സേഫ് ഗാർഡ് എന്നുള്ളതല്ല. ഒരു കമ്പ്യൂട്ടർ സീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് സീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിട്ടുള്ള ഡാറ്റയുടെ ഡൈജസ്റ്റാണ് ഹാഷ്. ഡിജിറ്റൽ സിഗ്നേച്ചറുമായി വലിയൊരു ഡോക്യുമെൻ്റ്. അപ്പോൾ ഹസൻ സാറ് ഓഫീസിൽ ഡിക്റ്റേഷൻ കൊടുത്തിട്ടൊരു 200 പേജുള്ള ഒരു ഡോക്യുമെൻ്റ്, ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ ശേഖരിക്കുകയാണെങ്കിൽ അത് സെക്യൂറായിട്ട് വേറൊരാൾക്ക് അയക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷൻ ഈ ഡാറ്റേനെ, അതായത് 200 പേജുള്ള പേജിനെ ഒരു ഡൈജസ്റ്റ് ആക്കി മാറ്റും. കുറച്ച് അക്ഷരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ഈ എന്താ പറയുക, ഈ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടിയ ബാർകോഡ് മാതിരി ഒരു സാധനം, അതാണ് സിഗ്നേച്ചർ. ആ സിഗ്നേച്ചർ എന്ന് എങ്ങനെയാ വെച്ചാൽ ഓരോ ഡോക്യുമെന്റിനും ഇത് മാറിക്കൊണ്ടിരിക്കും സിഗ്നേച്ചർ. അത് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതായത് ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡൈജസ്റ്റ് ആക്കും, ചെറിയ സാധനം. അതാണ് അതിൻ്റെ കീ, അതല്ലെങ്കിൽ അതിൻ്റെ സിഗ്നേച്ചർ. അതിനെ വേണമെങ്കിൽ വീണ്ടും ഇപ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഈ സിഗ്നേച്ചർ ഇട്ടിട്ട് അയക്കുമ്പോൾ ഈ കിട്ടുന്ന പാർട്ടിക്ക് പബ്ലിക് കീ കയ്യിലുണ്ടെങ്കിൽ ഇതിനെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും ആ കീ ഉപയോഗിച്ച്. അങ്ങനെ ഡിസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹസൻ സാർ അയച്ച അതേ ഡോക്യുമെൻ്റ് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അത് ജെന്യുവിനാണ്. കാരണം അല്ലാത്തൊരു രീതിയിൽ റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അത് വന്നില്ലെങ്കിലോ അതിൻ്റെ അർത്ഥം ആ ഡോക്യുമെൻ്റ് ഫേക്കാണ്, അത് ഹസൻ സാർ അയച്ചതല്ല, ഉറപ്പാണ്. ഇതിനാണ് നമ്മൾ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഓരോന്നിനുള്ള അക്ഷരങ്ങളും അക്കങ്ങളും കൂടിയതാണ് ഹാഷ് വാല്യൂ.
കമ്പ്യൂട്ടർ സീസ് ചെയ്യുമ്പം എപ്പോഴും അതിൻ്റെ ഹാഷ് വാല്യൂ ഡാറ്റ എത്ര ഡാറ്റയാണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും ഹാഷ് വാല്യൂ എടുത്ത് ആ കക്ഷിനെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ ഒരാൾ മാവോവാദിയാണെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു, കമ്പ്യൂട്ടറൊക്കെ സീസ് ചെയ്തു. ഇവരെ കൊണ്ടുപോയിട്ട് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതിലങ്ങ് കയറ്റും. എന്തിന്? മാവോവാദിയാണ് തെളിയിക്കാൻ വേണ്ടി. ഇത് കമ്പ്യൂട്ടർ സീസ് ചെയ്യുന്ന സമയത്ത് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല, എനിക്ക് വാദിക്കാനും പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ഡാറ്റ, എൻ്റെ ഹാഷ് വാല്യൂ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിനെ റിട്രീവ് ചെയ്യാനും എനിക്ക് സാധിക്കില്ല. ഈ പ്രോമും അതിനനുസരിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ തെളിവിൻ്റെ ഭാഗമായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് വരികയും നമുക്കത് തെളിയിക്കാൻ പറ്റുകയും ചെയ്യാത്തൊരവസ്ഥയിൽ UAPA ആരുടെങ്കിലും മുകളിൽ ചുമത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. ഇത് ഇന്ത്യയിലത്തെ മാത്രം ഒരു വിഷയമാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയും അതിന് സേഫ് ഗാർഡുണ്ട്. അത് പ്രോസിക്യൂഷൻ തെളിയിക്കണം, ഇത് ജെനുവിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു, അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ എവിഡൻസ് വെച്ച് തെളിയിക്കണം. അത് കഴിഞ്ഞ് ഇത് ടാമ്പർ ചെയ്തിട്ടില്ല, ഞങ്ങളത് സീസ് ചെയ്തതിന് ശേഷം ടാമ്പർ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. ഇതെല്ലാം ഇന്ന് ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് മിക്കവാറും യൂറോപ്യൻ യൂണിയൻ ഫോളോ ചെയ്യുന്നത്. അവിടെ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം ശക്തമായിട്ടുണ്ട്, അമേരിക്കയിലായാലും യൂറോപ്പിലായാലും എവിടെയായാലും. പക്ഷെ ഇന്ത്യയിൽ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം ഇപ്പോഴും അങ്ങനെ ഒരു ശക്തമായിട്ട് വന്നിട്ടില്ല. അപ്പം ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പിടിക്കുന്ന വ്യക്തി ഒരിക്കലും ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ഇവരെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ ജയിലിൽ കിടക്കുക ബെയിലില്ലാതെ, ആ ഒരവസ്ഥയിലേക്ക് വരും. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് 65B ഇപ്പം 63 ആയതിൻ്റെ ഒരു അവസ്ഥയാണ്. വേറെ മാറ്റങ്ങളൊന്നും പുതുതായിട്ടൊരു നിയമം വന്നിട്ടില്ല. ഇതുമാതിരി കുറേ തത്തുല്യമായിട്ടില്ല. അപ്പം ഇന്ത്യൻ പീനൽ കോഡ് മാറ്റി ന്യായസംഹിതയായപ്പം അതിൽ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് CRPCയിൽ അത് പുതിയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ കൊണ്ടുവന്നു. ഇതിനെ ഘടിപ്പിക്കുന്നതാണ് തെളിവ് നിയമം. ആ തെളിവ് നിയമത്തിലും ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അല്ലാതെ ഇവർ ഈ ബില്ലിൻ്റെ ആമുഖത്തിൽ പറയുന്നതുമാതിരി ഒരു സമഗ്രമായിട്ടുള്ള ഒരു നിയമം, നേരത്തെ കൊളോണിയൽ നിയമത്തിന് പകരമായിട്ട് ഈ 3 നിയമത്തിലും എവിടെയും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറച്ചിലൊന്നും പ്രവൃത്തി രണ്ടും ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ ഇത് ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ഈ നിയമങ്ങൾ നടപ്പാക്കപ്പെടും എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർവാഹമില്ല. ഇത് വലിയൊരു, ഞാൻ പറയുകയാണെങ്കിൽ ഈ ചർച്ച പോരാ, ഇതിലും വിപുലമായിട്ടുള്ളൊരു ചർച്ച തന്നെ ഇതിനെ പിടിക്കാൻ വേണം. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഒരു നക്ഷലാണ്, അതിൻ്റെ ഒരു സമ്മറി മാതിരിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ചരിത്രം, അത് വന്ന രീതിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ. എന്തായാലും എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ അവസരം തന്ന അബൂബക്കർ സാറിന്